ഹലോ നമസ്കാരം. മഴത്തോരു മുമ്പേടെ നാളത്തെ ഒരു സൂപ്പർ എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കാൻ സപ്പോർട്ട് ചെയ്യാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. എന്നാൽ നേരെ നമുക്ക് സ്റ്റോറിയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ അലീനയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയേക്കാണ്. അപ്പോൾ അലീനയെ പോലീസ് ജീപ്പിൽ നിന്ന് ഇറക്കി കൊണ്ടുവരുന്നത് കാണുമ്പോൾ അവിടെ കൂടി നിന്നിരിക്കുന്ന പത്രക്കാരും മീഡിയക്കാരൊക്കെ അന്വേഷിക്കുന്നുണ്ട്, ഇതാ റേപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടിയാണോ എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ആ കുട്ടിയാണോ വല്ല തെളിവെടുപ്പിനോ മറ്റോ കൊണ്ടുവന്നതാണോ എന്നുള്ള രീതിയിലൊക്കെ അന്വേഷിക്കുന്നുണ്ട്. പോലീസുകാർ അവരോടൊന്നും മറുപടി പറയാതെ അലീനയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അങ്ങനെ അലീനയെ പോലീസ് അറസ്റ്റ് ചെയ്ത വിവരം കൃഷ്ണമോളാണ് രേവതിക്കുട്ടിയെ അറിയിക്കുന്നത്. രേവതിക്കുട്ടി വിളിക്കുന്ന സമയത്താണ് അറിയിക്കുന്നത്. അതുപോലെ മനുവിനെ വിളിച്ച് പറയുന്നുണ്ട്. പക്ഷേ മനു അലീനയെ രക്ഷിക്കാനായിട്ട് പോകാൻ നിൽക്കുമ്പോൾ കമല സമ്മതിക്കുകയും ചെയ്യുന്നില്ല. അപ്പം മനു അവിടെ പെട്ടുപോവാണ്. പിന്നീട് മനു ആണ് ഗോവർദ്ധനെ വിളിച്ച് കാര്യങ്ങളൊക്കെ അറിയിക്കുകയും ഗോവർദ്ധൻ അലീനയെ കാണാനായിട്ട് പോലീസ് സ്റ്റേഷനിലെത്തുമ്പോൾ SI തിരിച്ച് പറഞ്ഞയക്കുകയും ചെയ്യുന്നുണ്ട്. CI പറയാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് തിരിച്ച് പറഞ്ഞയക്കുകയാണ് SI രമേശ് നമ്പ്യാർ. അങ്ങനെ ഗോവർദ്ധനൻ തിരിച്ചു പോരുന്നുണ്ട്. അതിനുശേഷം പിന്നീടാണെങ്കിൽ നമ്മുടെ കൃഷ്ണമോൾ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ആകെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ആരോട് പറയും, ആരുമില്ലെന്ന് സഹായത്തിന്. അങ്ങനെ ആകെ ഒരു പെട്ടൊരവസ്ഥയിലാണ് കൃഷ്ണമോൾ ഇരിക്കുന്നത്. ബബിതയും കൃഷ്ണയും മാത്രമാണ് വീട്ടിലുള്ളത്. രേവതിക്കുട്ടിയാണെങ്കിൽ എങ്ങനെ അലീനയെ രക്ഷിക്കാം എന്നുള്ളതിൻ്റെ ചർച്ചയിലാണ് മാമച്ചാനും ഗ്രേസമ്മയായിട്ട്. അങ്ങനെ രേവതിക്കുട്ടി പറയുന്നുണ്ട്, അങ്കിളെ ആൻറ്റി ഇതുവരെ അലീന ചേച്ചിയെ വിട്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതെങ്ങനെ നീ അറിഞ്ഞു എന്ന് മാമച്ചാൻ ചോദിക്കുമ്പോൾ കൃഷ്ണമോളാണ് വിളിച്ച് പറഞ്ഞത്. അതെങ്ങനെ കൃഷ്ണമോൾ അറിഞ്ഞു? അവളെങ്ങാനും അവിടെ പോലീസ് സ്റ്റേഷനിൽ പോയോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, അവരുടെ ഒരു അങ്കിളുണ്ട്, ഗോവർദ്ധൻ അങ്കിള്. അദ്ദേഹം അവിടെ പോയിരുന്നു. അവിടുന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അലീന ചേച്ചിയെ ഒന്ന് കാണാൻ പോലും അവർ സമ്മതിച്ചില്ല എന്നാണ്. എന്തെങ്കിലും ഉടനെ ചെയ്യണം അങ്കിളെ, അല്ലാന്നുണ്ടെങ്കിൽ അവർ ചേച്ചിയെ കൂടി പ്രതിയാക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അലീന ചേച്ചി അവർ പറയുന്നത് പോലെ സമ്മതിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ 5ാം പ്രതിയായിട്ട് അലീന ചേച്ചിയുടെ പേര് എഴുതി ചേർക്കുമെന്നാണ് ഗോവർദ്ധൻ അങ്കിൾ പറഞ്ഞത്. എനിക്കിത് ആലോചിച്ചിട്ട് ഒന്നും ഒരു സമാധാനവും ഇല്ല എന്നൊക്കെ രേവതി ഇങ്ങനെ പറയുന്ന സമയത്ത് ഗ്രേസമ്മ പറയുന്നുണ്ട്, മാമച്ചായ ഇത് വലിയ പ്രശ്നമാണല്ലോ, ഇതെങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ മാമച്ചായൻ പറയുന്നുണ്ട്, ഇതിൽ നമ്മൾ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. ഇതൊരു പീഡന കേസല്ലേ, അതിൽ നമ്മൾ പോയി കൈയിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടെ നാറും എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ അങ്കിൾ ഇങ്ങനെയൊന്നും പറയല്ലേ, പീഡന കേസ് പ്രതിയായിട്ടുള്ളത് മറ്റു 4 പേരല്ലേ ആ ക്രിമിനൽസ്. പക്ഷേ എൻ്റെ ചേച്ചി എന്ത് പഴിച്ചു? എൻ്റെ ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, എങ്ങനെയെങ്കിലും ചേച്ചിയെ രക്ഷിക്കണം മംഗളെ എന്ന് പറഞ്ഞ് കാല് പിടിക്കുന്നത് പോലെ പറയാണ്. കരയാണ് രേവതിക്കുട്ടി. മോള് കരയല്ലേ, നീ കരയില്ലേ രേവതിക്കുട്ടി എന്നൊക്കെ പറഞ്ഞ് ഗ്രേസമ്മ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഗ്രേസമ്മയ്ക്ക് രേവതിക്കുട്ടി കരയുന്നത് കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നുകയാണ്. ആ സമയത്ത് ഗ്രേസമ്മ പറയുന്നുണ്ട്, മാമച്ചായ എന്താണേലും വേണ്ടില്ല, മറ്റുള്ളവരുടെ കാര്യമൊന്നും നമ്മൾ നോക്കണ്ട, നമ്മൾ അലീനയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി, എങ്ങനെയെങ്കിലും അവളെ രക്ഷിച്ചെടുക്കണം എന്ന് പറയാണ്. മാമച്ചായന് ആരെങ്കിലും പരിചയത്തിലൊന്ന് വിളിച്ച് പറയാനോ മറ്റോ ഉണ്ടോ? ഒരുപാട് പോലീസ് ഓഫീസേഴ്സൊക്കെ ആയിട്ട് നല്ല പരിചയമില്ലേ, ക്ലബിലൊക്കെ നല്ല പരിചയമാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ അവരൊക്കെ റിട്ടയർഡ് ആയവരല്ലേ. അതും നമ്മളിവിടെ എറണാകുളത്ത് ഈ പാലാരിവട്ടത്തല്ലേ കിടക്കുന്നത്, പാലയിലുള്ള ആൾക്കാരുമായിട്ടൊന്നും എനിക്ക് അങ്ങനെ കണക്ഷൻ ഇല്ല എന്ന് പറയാണ്. എന്നാൽ മാമച്ചായ എന്തെങ്കിലും ഒരു വഴിയുണ്ടോയെന്നൊന്ന് അന്വേഷിച്ച് നോക്ക് എന്ന് പറയുമ്പോൾ മാമച്ചായൻ പറയുന്നുണ്ട്, നിൻ്റെ കസിൻ ഒരു ചെറുക്കനുണ്ടല്ലോ, അവൻ കല്യാണം കഴിച്ചേക്കുന്നത് ഒരു DYSPയുടെ മകളല്ലേ എന്ന് ചോദിക്കണം. ആ ശരിയാണല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, അങ്കിളെ പ്ലീസ് പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ വരട്ടെ നോക്കാം, നീ ഒന്ന് ധൃതി കാണിക്കല്ലേ എന്ന് പറയണം. ഞങ്ങളെ രാത്രി ആയിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഈ രാത്രിയിൽ ചേച്ചി അവിടെ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? വീട്ടിലാണെങ്കിൽ കൃഷ്ണമോളും ആ ബബിതയും തനിച്ചുള്ളൂ, 2 പെൺകുട്ടികൾ തനിച്ചുള്ള വീട് എങ്ങനെ ശരിയാകും? അവരാകെ പേടിച്ചു പോവില്ലേ? 2 ചെറിയ പെൺകുട്ടികളാണ്, ചേച്ചിയുടെ ധൈര്യമൊന്നും അവർക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നോക്കാം എന്ന് പറയണേ. ഗ്രേസമ്മേ നീ ഒന്ന് ആ കുര്യച്ചായനെ വിളിച്ചേ, എന്നിട്ട് ചോദിച്ചു നോക്കിയേ ജോബി വിവാഹം കഴിച്ചിരിക്കുന്നത് ആ വീട്ടിൽ നിന്നല്ല ഒരു DYSPയുടെ മകളെയല്ലേ, അപ്പോൾ ആ വഴി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട്, അത് ഞാൻ മറന്നിരിക്കുകയായിരുന്നു മാമച്ചായ. അത് മാത്രമല്ല, ഈ ജോബി കല്യാണം കഴിച്ച പെണ്ണിൻ്റെ വീട് പാലായിൽ തന്നെയാണ്. അവളുടെ അച്ഛൻ ജോലി ചെയ്യുന്നത് പാലായിലെ DYSP ആയിട്ട് തന്നെയാണ്. അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കൈകാര്യം ചെയ്യാലോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഗ്രേസമ്മ കുര്യച്ചായനെ വിളിച്ചിട്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ജോബിയുടെ നമ്പറൊക്കെ വേണം, ഒരു അത്യാവശ്യ കാര്യത്തിനാണ്, ഒരു കേസിൻ്റെ കാര്യം സംസാരിക്കാനാണ്, അവൻ്റെ അമ്മാച്ചൻ ഒരു DYSP അല്ലേ എന്നൊക്കെ ഗ്രേസമ്മ പറയുമ്പോൾ അതൊക്കെ നടക്കുമെന്ന് എനിക്ക് അറിയില്ല ഗ്രേസമ്മേ, കാരണം അവരത്ര രസത്തിലൊന്നുമല്ല, പ്രേമിച്ചല്ലേ കെട്ടിയത്, ഹിന്ദുവും ക്രിസ്ത്യനും തമ്മിലുള്ള ഒരു വിവാഹമൊക്കെ ആയതുകൊണ്ട് അത്രയ്ക്ക് താല്പര്യമൊന്നുമില്ലാതെയാണ് കെട്ടിയത് എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. അതേസമയം
എന്നാലും ഗ്രേസമ്മ ഫോൺ നമ്പറൊക്കെ വാങ്ങി ജോബിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ജോബി ഞാൻ നോക്കട്ടെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ്. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, അങ്കിളെ നമുക്ക് എത്രയും പെട്ടെന്ന് പാലായിലേക്ക് പോവാം, എനിക്ക് ചേച്ചിയെ കാണാതെ ഒരു സമാധാനവും കിട്ടില്ല, ഇനിയിപ്പോൾ ആര് നോക്കട്ടെ എന്തൊക്കെ പറഞ്ഞാലും നമുക്കൊന്ന് അവിടെ വരെ പോവാം. ഈ സമയത്ത് നമ്മൾ എങ്ങനെ പോകാനാണ്, നമ്മളിപ്പോൾ തിരിച്ചാലും രാത്രിയാവും അവിടെ എത്താൻ. അതൊന്നും സാരമില്ല അങ്കിളെ, രാത്രിയെങ്കിൽ രാത്രി നമുക്ക് എത്രയും പെട്ടെന്ന് ചേച്ചി അവിടെ നിന്ന് ഇറക്കി കൊണ്ടുവരണം. ഒരു രാത്രിയൊക്കെ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കേണ്ടി വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഒരു പെൺകുട്ടി, ഇതൊക്കെ സുരക്ഷിതമാണോ അങ്കിളെ എന്നൊക്കെ ഇങ്ങനെ രേവതിക്കുട്ടി ഇങ്ങനെ പറയുമ്പോൾ, ശരിയാണ് മാമച്ചായ രേവതിക്കുട്ടി പറയുന്നത്, നമുക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകാം എന്ന് പറയണം. അങ്ങനെ മാമച്ചാനും പറയുന്നുണ്ട്, എന്നാൽ ശരി നിങ്ങൾ റെഡി ആയിക്കോ, നമുക്ക് പെട്ടെന്ന് തന്നെ പോവാം എന്ന് പറയുന്നുണ്ട്. അതേസമയം നമ്മുടെ അലീനയെ നമ്മൾ അങ്ങനെ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ ഇരുത്തിയേക്കാണല്ലോ, പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് അവിടെ ഇരുത്തിയേക്കാണ്. അപ്പോൾ CI വന്നാൽ ഉടനെ ക്വസ്റ്റ്യൻ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ CI വന്നിട്ടുണ്ട്. ആ സമയത്ത് CI അലീനയെ വിളിപ്പിക്കുകയാണ്. ലേഡി കോൺസ്റ്റബിളിനോട് പറയുന്നുണ്ട്, ആ പെൺകൊച്ചിനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോവാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അലീനയും കൂട്ടിയിട്ട് CIയുടെ ഓഫീസിലേക്ക് കയറി ചെല്ലുകയാണ് ആ ലേഡി ഓഫീസർ. അങ്ങനെ അലീനയെ കാണുമ്പോൾ തന്നെ നമ്മുടെ CI വളരെ രൂക്ഷമായിട്ട് ഒരു വല്ലാത്ത രീതിയിൽ അലീനയെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അലീനയ്ക്ക് അത് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. അവൾക്കൊരു അവജ്ഞ തോന്നുകയാണ്, ഒരു ഇഷ്ടക്കേട് അവൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് മുഖത്തിൽ. അങ്ങനെ അലീനയോട് അവിടെ വന്ന് ഇരിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ അലീന അവിടെ വന്ന് ഇരിക്കുകയാണ്. ആ സമയത്ത് CI ചോദിക്കുന്നുണ്ട്, എന്താ നിൻ്റെ പേര് എന്ന് ചോദിക്കുകയാണ്. അലീന എന്ന് പറയാണ്. ആ വീട്ടിൽ ആരാണ് നീ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ അവിടുത്തെ സെർവൻ്റാണ് എന്ന് പറയുന്നുണ്ട്. ഒരു സെർവൻറ്റ് എങ്ങനെയാണ്, ഞാൻ കേട്ടത് അങ്ങനെയല്ലല്ലോ, നീ അവിടുത്തെ ആ ബാലചന്ദ്രനെ വളച്ചെടുത്തേക്കാണെന്നാണല്ലോ ഞാൻ കേട്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, അങ്ങനെയൊന്നുമില്ല സാർ, അതൊക്കെ തെറ്റിദ്ധാരണയാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയല്ലല്ലോ ഞാൻ കേട്ടത്, നീ അവിടുത്തെ ആ വീട്ടിലെ ബാലചന്ദ്രൻ്റെ ഭാര്യയെ വീട്ടിൽ നിന്ന് അടിച്ചോടിച്ചിട്ട് ആ ബാലചന്ദ്രനെ കൈവശം വെച്ചേക്കാണെന്നാണല്ലോ കേട്ടത്, എന്താ ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്നൊക്കെ പറയുമ്പോൾ, സാറ് കേട്ടതൊക്കെ തെറ്റായ കാര്യങ്ങളാണ്, ആ ബാലചന്ദ്രൻ സാർ എനിക്ക് എൻ്റെ അച്ഛനെ പോലെയാണ്, എൻ്റെ അച്ഛൻ തന്നെയാണ് എന്ന് പറയാട്ടോ. വീട്ടിലെ മുതലാളിമാരെയൊക്കെ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരും സംശയിക്കത്തില്ലല്ലോ. എടി നിങ്ങൾ തമ്മിലുള്ള ഈ ബന്ധം വെച്ചിട്ടില്ലടി അയാളുടെ ഭാര്യ രായ്ക്ക് രാമാനം രാത്രിയിൽ വീട് വിട്ട് പോയത്, അപ്പോഴല്ലേ അവർക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, അവർ കൊല്ലപ്പള്ളിയിലേക്ക് പോകുന്ന വഴിയാണ് സാർ ആക്സിഡൻറ്റ് സംഭവിച്ചത് എന്ന് പറയുന്നുണ്ട്. അതൊക്കെ ശരിയായിരിക്കും, പക്ഷേ നീ കാരണമല്ലേ അവരവിടെ നിന്ന് വീട് വിട്ട് ഇറങ്ങിയത്, നീ ആ വീട്ടിൽ വന്നതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങളാണെന്നാണല്ലോ ഞാൻ കേട്ടത്, കുറേ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല സാർ എന്ന് പറയുന്നുണ്ട്. മുൻപ് ഈ രോഹിത്തും ഹരിയും കൂടിയിട്ട് നിന്നെ ലൈംഗികമായിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ അലീന ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. ഇല്ല സാർ എന്ന് പറയാണ്. അന്ന് നീ ഹോസ്പിറ്റലിൽ കിടന്നല്ലോ കത്രിക കൊണ്ട് കുത്തേറ്റിട്ട്, അത് ഈ കേസിൻ്റെ കാര്യത്തിലായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെയല്ല സാർ, അത് എൻ്റെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ കത്രിക കുത്തിയതാണ് എന്ന് പറയുമ്പോൾ, അന്ന് നീ പോലീസിനോട് പറഞ്ഞത് കള്ളമാണ്, പക്ഷേ അതുകൊണ്ട് അവർ അന്ന് രക്ഷപ്പെട്ടു, പക്ഷേ ഇവരെ നീ എങ്ങനെ രക്ഷിച്ചെടുക്കും, ഈ കേസിൽ നിന്ന് ഇവരെ എങ്ങനെ രക്ഷിച്ചെടുക്കും, ഇപ്പോൾ ഇവരുടെ അവസ്ഥ കണ്ടോ, പോലീസ് ഇനി തല്ലാൻ ഒരു സ്ഥലവും ബാക്കിയില്ല, അവരെ തല്ലിച്ചതച്ച് ഇഞ്ചപ്പരുവമാക്കി ഇട്ടേക്കുകയാണ്, ഇനി അവരെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരാണെങ്കിലും ശിക്ഷ അനുഭവിക്കണം സാർ, അതിന് എനിക്ക് യാതൊരു വിരോധവും ഇല്ല എന്ന് പറയട്ടോ. അല്ലെങ്കിൽ നിനക്ക് വിരോധം ഉണ്ടെങ്കിൽ ഇപ്പം ഞങ്ങൾ എന്നാ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചാൽ അവളെ പരിഹസിക്കുന്നുണ്ട്. അങ്ങനെയല്ല സാർ ഞാൻ പറഞ്ഞത് എന്ന് പറയുമ്പോൾ, പിന്നെ നീ എന്താണ് ഉദ്ദേശിക്കുന്നത്, നീ അന്നൊരു പരാതി തന്നിരുന്നെങ്കിൽ അന്ന് ആ കേസിൽ അവർ അന്നേ അകത്തായേനെ, എന്നാൽ ഈ പാവം പെൺകുട്ടിക്ക് ഈ ഗതി വരത്തില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്ക് അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല സാർ എന്ന് പറയുമ്പോൾ, നീ കള്ളം പറഞ്ഞ് രക്ഷപ്പെടാനൊന്നും നോക്കണ്ട, കാരണം അവരെല്ലാ സത്യങ്ങളും ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു, ആ ഹരി ഞങ്ങളോട് എല്ലാ സത്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു, അവനാണ് ഇതിൻ്റെ മുഖ്യ സൂത്രധാരൻ, അവൻ ആണ് ആ പെൺകുട്ടിയെ കൊണ്ടുപോയി റേപ്പ് ചെയ്തതും മറ്റു കൂട്ടുകാർക്ക് കാഴ്ചവെച്ചതും അവനാണ്, അതുകൊണ്ട് ഇനി അവരെ രക്ഷിക്കാമെന്ന് നീ കരുതണ്ട എന്ന് പറയുമ്പോൾ, എനിക്ക് അവനെ രക്ഷിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല സാർ, അവൻ അത്രയും വൃത്തികെട്ടവനാണ്, അവന് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക തന്നെ വേണം എന്ന് പറയണേ. പിന്നെ നിനക്ക് ആരെയടി രക്ഷിക്കേണ്ടത്, അവിടുത്തെ ചെറുക്കനെയാണോ, ആ രോഹിത്തിനെയാണോ, നീ അവനെയായിരിക്കും നോട്ടം വെച്ചിട്ടുണ്ടാവുക അല്ലേ, അതുകൊണ്ടായിരിക്കും അവനെ രക്ഷിക്കാൻ നീ മുതിരുന്നത് എന്ന് പറയുമ്പോൾ, അവൻ എൻ്റെ കൂടെപ്പിറപ്പാണ് സാർ, അതുകൊണ്ട് അവനെ രക്ഷിച്ച് എടുക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്, പക്ഷേ അവനും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് എന്ന് അലീന പറയുമ്പോൾ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്, നീ ഒരു വല്ലാത്ത സാധനം തന്നെയാണല്ലോ, എവിടെയും ഒരു പിടുത്തം കിട്ടുന്നില്ലല്ലോ നിന്നെ എന്നൊക്കെ പറഞ്ഞ് CI ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് അലീനയോട് പറയുന്നുണ്ട്, എന്താണെങ്കിലും അവർ ഈ
കേസിൽ ശിക്ഷിക്കാനായിട്ട് വിധിച്ചിട്ട് അവരെ ശിക്ഷിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് അവർക്ക് മാക്സിമം ശിക്ഷ തന്നെ കിട്ടുകയും ചെയ്യും. ഒരിക്കലും അവർക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല, ജാമ്യം പോലും ലഭിക്കത്തില്ല. അത്രയും ഒരു ക്രൈമാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ നിൻ്റെ ഒരു പരാതി കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുകൂടി ഈ കേസിനൊരു ബലമാകും. മുൻപും അവർക്ക് ഇങ്ങനെയൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്ന് തെളിയിക്കാനായിട്ട് പറ്റും എന്ന് പറയുമ്പോൾ, ഇല്ല സാർ എനിക്ക് പരാതിയില്ല എന്ന് പറയാണ് അലീന. അതെന്താടി നിനക്ക് പരാതിയില്ലാത്തത്? ഇത്രയും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടും നിനക്ക് പരാതിയില്ലാന്നോ? നീ ആ ഒരു പരാതി തന്നാൽ മാത്രം മതി, അത് കഴിഞ്ഞ് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ, ഇല്ല സാർ എനിക്ക് പരാതിയില്ല, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്, അതിന് എനിക്ക് പരാതി നൽകാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ, അതെന്താടി പരാതി കൊടുത്താൽ എന്ന് പറയുമ്പോൾ, ആ വീടാണ് എനിക്ക് അന്നം നൽകുന്നത്, ആ വീട്ടുകാരെ ഞാൻ ചതിക്കത്തില്ല, കാരണം അന്ന് അറിയാതെ ഒരു അബദ്ധം സംഭവിച്ചു പോയതാണ്, പക്ഷേ അതിലെനിക്ക് വേറെ കുഴപ്പങ്ങളൊന്നും പറ്റാത്തത് കൊണ്ട് ഞാൻ അത് ക്ഷമിച്ച് വിട്ടേക്കുന്നതാണ്. ഇനി അതിൻ്റെ പുറകെ നടക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല. അവിടുത്തെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ആ ഒരു വാക്ക് ഞാൻ കൊടുത്തിട്ടുള്ളതാണ്, അതുകൊണ്ട് ഇനി അതിൻ്റെ പുറകെ ഞാൻ നടക്കത്തില്ല എന്ന് പറയുമ്പോൾ, അതേ വീണ്ടും അച്ഛൻ എന്നൊക്കെ പറഞ്ഞ് നീ മയക്കി വെച്ചേക്കണല്ലേ, അപ്പോൾ പിന്നെ ആരും സംശയിക്കത്തില്ലല്ലോ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആവാലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, സാറ് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറഞ്ഞില്ലേ, ഞാൻ പൊക്കോട്ടെ സാർ, എനിക്കിനി ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല, വീട്ടിൽ എൻ്റെ 2 അനുജത്തിമാർ തനിച്ചാണ്, ആ 2 പെൺകുട്ടികൾ തനിച്ചാണുള്ളത് എന്ന് പറയുമ്പോൾ, നീ കൂടി ചെല്ലുമ്പോൾ 3 പെൺകുട്ടികളല്ലേ, പിന്നെ അതിലെന്താണ് ഇത്ര വ്യത്യാസം എന്ന് ചോദിക്കുമ്പോൾ, അവർ 2 പേരും ചെറിയ കുട്ടികളാണ്, അവർക്ക് ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യാനൊന്നും അറിയത്തില്ല, അത്രയും ധൈര്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ, നീ വലിയൊരു ധൈര്യശാലി, അതുകൊണ്ടാണല്ലോ കത്രിക എടുത്ത് സ്വന്തം വയറ്റിലേക്ക് കുത്തി കയറ്റിയത് എന്നൊക്കെ പരിഹസിക്കുകയാണ് CI അലീനയെ. അപ്പോൾ ആ സമയത്ത് അലീന പറയുന്നുണ്ട്, എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറയുമ്പോൾ, നീ പൊക്കോ, പക്ഷേ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, അവർക്കെതിരെ ഒരു കംപ്ലയിൻറ്റ് തന്നിട്ട് നീ പൊക്കോ എന്ന് പറയുമ്പോൾ, എനിക്ക് കംപ്ലയിൻറ്റ് ഇല്ല സാർ, എനിക്ക് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ ചെയ്യില്ല എന്ന് പറയണം. എന്നാൽ നീ ഇന്ന് ഇവിടെ നിന്ന് പോകുന്നത് എനിക്കൊന്ന് കാണണം, ഈ കേസിൽ 5ാം പ്രതിയായിട്ട് നിൻ്റെ പേര് കൂടി എഴുതി ചേർക്കാൻ പോവുകയാണ് ഞങ്ങൾ എന്ന് പറയുമ്പോൾ, ഞാൻ അതിന് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ സാർ, പിന്നെ എന്തിനാണ് എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്, ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നൊക്കെ ചോദിക്കുമ്പോൾ, നീ ചെയ്ത തെറ്റെന്താണെന്ന് ഞങ്ങൾ എഴുതി ചേർത്തേക്കാം, അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. അവർ 2 പേരും നിന്നെ മയക്കുമരുന്ന് നൽകി ഇതിന് മുൻപ് ലൈംഗികമായി ഉപയോഗിച്ചിട്ടുമുണ്ട്, നീ അവരുടെ കൂടെ എല്ലാ സപ്പോർട്ടായിട്ടും അവർക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത് നിന്നിട്ടുണ്ട് എന്ന് തന്നെ ഞങ്ങൾ എഴുതി ചേർക്കും എന്ന് പറയുമ്പോൾ, സാർ എന്തൊക്കെയാണ് ഈ പറയുന്നത്, അതൊക്കെ നടക്കാത്ത കാര്യങ്ങളല്ലേ, പിന്നെ എന്തിനാണ് സാർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, അതൊക്കെ നടക്കാത്ത കാര്യങ്ങളോ നടന്ന കാര്യങ്ങളോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഞാൻ എഴുതി ചേർക്കാൻ പോകുന്നത് ഈ രീതിയിലായിരിക്കും, നീ അവർക്കെതിരെ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ടില്ല എങ്കിൽ എന്ന് പറയണം. ഇല്ല സാർ എനിക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറ്റത്തില്ല, സാറിന് എന്താ ചെയ്യാവുന്നത് വെച്ചാൽ സാർ ചെയ്തോ, എങ്ങനെ ഞാൻ എന്തും നേരിടാൻ ഞാൻ തയ്യാറാണ്, എൻ്റെ കൂടെ ദൈവമുണ്ട്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്, കാരണം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ആരെയും പേടിയില്ല, എന്നെ രക്ഷിക്കാൻ ആരെങ്കിലുമൊക്കെ വരും, എനിക്കിതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളൊരു ഉറച്ച വിശ്വാസം എനിക്കുണ്ട് എന്ന് അലീന പറയുമ്പോൾ, അലീനയുടെ ആ ഒരു ദൃഢനിശ്ചയം ആ സംസാരമൊക്കെ കണ്ട് CI ഒന്ന് പകച്ചു പോകുന്നുണ്ടെങ്കിലും കൂടുതലായിട്ടൊന്നും പറയുന്നില്ല കേട്ടോ. അപ്പോൾ CI പറയുന്നുണ്ട്, തൽക്കാലം നീ അവിടെ പോയിരിക്കുക, ഞാൻ നിന്നെ വിളിപ്പിക്കാം, എന്താണെങ്കിലും ഈ കേസിന് നീ അനുകൂലമായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് തരാതെ നിന്നെ പറഞ്ഞേക്കാൻ ഇന്ന് ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അലീനയോട് പോകാൻ പറയണം. അങ്ങനെ കോൺസ്റ്റബിൾ അവളെ താഴേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അതേസമയം നമ്മുടെ രേവതിക്കുട്ടിയും മാമച്ചാനും ഗ്രേസമ്മയും കൂടി കാറിൽ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഗ്രേസമ്മ ജോബിച്ചനെ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം നമ്മുടെ കൃഷ്ണമോളാണെങ്കിൽ വീട്ടിലാകെ പേടിച്ചിരിക്കുക കേട്ടോ, എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരവസ്ഥയിലാണ്. രാത്രിയായി, അലീന ചേച്ചി വന്നില്ല, അച്ഛനില്ല, അമ്മയില്ല, ബബിതേച്ചി ആണെങ്കിൽ റൂമിൽ ഫുൾ ടൈം ഫോണിൽ ഒറ്റപ്പെട്ടതുപോലെയുള്ള ഒരു അവസ്ഥയിൽ കൃഷ്ണമോൾ ഇങ്ങനെ പൊട്ടി കരഞ്ഞു പോവുക കേട്ടോ. വീട്ടിൽ സംഭവിച്ച കാര്യങ്ങളും തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഓർത്തിട്ട്, അച്ഛൻ്റെയും അമ്മയുടെയും ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ, അലീനയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളും, രോഹിത്തേട്ടൻ ഇങ്ങനെ പറ്റിയതും, ബബിതേച്ചി ആണെങ്കിൽ വേറൊരു ടൈപ്പ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആലോചിച്ചിട്ട് ശരിക്കും ഒരു തകർന്നൊരു മനസ്സുമായിട്ടാണ് കൃഷ്ണമോൾ ഇരിക്കുന്നത്. കൃഷ്ണമോളൊക്കെ ഇങ്ങനെ പൊട്ടിക്കരഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ആശ്വസിപ്പിക്കാൻ പോലും ആരുമില്ലാത്തൊരവസ്ഥയാണ്. കൃഷ്ണമോൾ അങ്ങനെ മനുവിനെ വിളിക്കുന്നുണ്ട്. മനുവേട്ട എന്തായി, എന്തെങ്കിലും വഴിയുണ്ടോ മനുവേട്ട, ഞങ്ങളിവിടെ പേടിച്ചിരിക്കുകയാണ്, ഇവിടെ ഞാൻ തനിച്ചാണ് മനുവേട്ട, എന്നെ ഒന്ന് എൻ്റെ അടുത്ത് ഇരിക്കാൻ പോലും ആരുമില്ല, അലീന ചേച്ചി ഇപ്പോഴെങ്ങാനും വരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, മോളെ ഞാൻ ഗോവർദ്ധൻ അങ്കിളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എന്നെ ഇവിടെ നിന്നാണെങ്കിൽ അമ്മ പുറത്തേക്ക് ഇറങ്ങാനും സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറയണം, വീടൊക്കെ പൂട്ടി വെച്ചേക്കാണ് എന്ന് പറയുന്നുണ്ട് മനുവേട്ട, എങ്ങനെയെങ്കിലും അലീന ചേച്ചി ഒന്ന് രക്ഷിക്കണേ മനുവേട്ട, പാവം അത് പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് പേടിച്ച് പോകുന്നുണ്ടാകും
എനിക്കാണെങ്കിൽ പേടിയാകുന്നു. ഭവിതേച്ചിയാണെങ്കിൽ റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ഇങ്ങനെ ഇരുന്ന് ശ്വാസം മുട്ടി മരിക്കും മനുവേട്ട എന്നൊക്കെ പറഞ്ഞിങ്ങനെ കരയുമ്പോൾ മോളെ നീ അങ്ങനെയൊന്നും ടെൻഷൻ ആവില്ലേ എന്നൊക്കെ മനു പറയുന്നുണ്ട്. അങ്ങനെ നീ വെക്ക്, ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് അങ്ങനെ പറഞ്ഞിട്ട് മനു ഫോൺ കട്ടാക്കുന്നുണ്ട്. അങ്ങനെ മനു വീണ്ടും ഗോവർദ്ധനെ വിളിക്കുമ്പോൾ ഗോവർദ്ധൻ പറയുന്നുണ്ട്, മനു ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി, പക്ഷേ അവരങ്ങോട്ടേക്ക് അടുപ്പിക്കുന്നില്ല. അലീനയെ കാണാനോ രോഹിത്തിനെ കാണാനോ പോലും സമ്മതിക്കുന്നില്ല എന്ന് പറയാണ്. ഒന്നും ചെയ്യാൻ പറ്റാതെ ഞാൻ തിരിച്ചു പോയി, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയെന്ന് ഗോവർദ്ധൻ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും അങ്ങളെ എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല മനു, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന്. അലീനയാണെങ്കിൽ അവരവിടെ നിന്ന് വിട്ടയക്കുന്നുമില്ല, എന്താ ഇപ്പോൾ ഒരു വഴി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇനിയിപ്പോൾ ഞാൻ ബാലേട്ടനോട് കാര്യങ്ങൾ പറയട്ടെ എന്ന് പറയുമ്പോൾ വേണ്ട, അങ്കിളിനോട് പറയണ്ട, അങ്കിളിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഇഷ്യൂ ആകും, അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടും. അങ്കിളിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ചിട്ട് ഇതിനെ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ ആകെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇത് വേറെ ഏതെങ്കിലും രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് മനു ഫോൺ വെക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം പിന്നീട് പോലീസ് സ്റ്റേഷനിൽ തന്നെ രാത്രിയിൽ അങ്ങനെ രാത്രിയായി അലീനയെ പറഞ്ഞയച്ചിട്ടുമില്ല കേട്ടോ. അങ്ങനെ അതേസമയം പോലീസ് എല്ലാവരും പോയി, CI പോയി, SI ഒക്കെ പോയി ആ ലേഡി സ്റ്റാഫിനെ അവിടെ പോലീസ് സ്റ്റേഷനിൽ ഡ്യൂട്ടിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ഹരിയും രോഹിതൊക്കെ അവിടെ ജയിലിലാണ്, അവിടെ അഴിക്കുള്ളിലാണ് കിടക്കുന്നത്. അപ്പോൾ അവർ അലീനയെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അലീന ഇടയ്ക്ക് രോഹിത്തിനെ നോക്കുന്ന സമയത്ത് രോഹിത് ആകെ തകർന്ന ഒരു ആളെ പോലെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്ന് ഒന്ന് കണ്ണ് പൊക്കി നോക്കുമ്പോൾ അലീന നോക്കുന്നത് കാണുമ്പോൾ ഒരു വല്ലാത്ത അവസ്ഥയിൽ തല താഴ്ത്തുന്നുണ്ട്. ഹരിയാണെങ്കിൽ ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല, ഇതൊക്കെ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ് എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് ആ സെല്ലിനകത്ത് നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ അലീന ആകെ വിഷമിച്ചിങ്ങനെ നിൽക്കുകയാണ്. എന്താ ഇപ്പോൾ ചെയ്യുക, രാത്രിയായി. വീട്ടിലാണെങ്കിൽ കൃഷ്ണമോളും ബബിതയും മാത്രമേ ഉള്ളൂ. അവരാകെ പേടിച്ചിരിക്കുന്നുണ്ടാവും, കൃഷ്ണമോൾ ആകെ പേടിച്ചിരിക്കുന്നുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ആകെ വിഷമിച്ചിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ലേഡി പോലീസ് അവിടെ വരുന്നുണ്ട്, വനിതാ പോലീസ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതിനോട് അലീന ചോദിക്കുന്നുണ്ട്, എനിക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റുമോ മാഡം, എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോകണം, എൻ്റെ അനിയത്തിമാർ തനിച്ചാണ്, അവരാകെ ഭയന്നിരിക്കുകയായിരിക്കും എന്ന് പറയുമ്പോൾ നിനക്ക് പോകാൻ പറ്റത്തില്ല, CSR പറഞ്ഞ കാര്യം സമ്മതിക്കാതെ നിന്നെ വിടാൻ പറ്റില്ല എന്ന് പറയുകയാണ്. മാഡം ഒരു സ്ത്രീയല്ലേ എന്നൊക്കെ ചോദിച്ച് അലീനയോ അങ്ങനെ ഓരോന്ന് സംസാരിക്കുമ്പോൾ നീ എന്നെ കൂടുതൽ സ്ത്രീത്വമൊന്നും പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയണം. എന്നാൽ മാഡം എനിക്ക് ഫോണൊന്ന് തരാമോ, ഞാൻ വീട്ടിലേക്ക് ഒന്ന് വിളിക്കട്ടെ, എന്നിട്ട് അവളോട് ഒന്നൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ അതൊന്നും പറ്റത്തില്ല, നീ വിളിക്കുന്നത് വീട്ടിലേക്കാണെന്നും പറഞ്ഞിട്ട് വേറെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാ എന്നൊക്കെ ചോദിച്ച് ഫോണും കൊടുക്കുന്നില്ല കേട്ടോ. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് CI തിരിച്ച് അങ്ങോട്ട് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ കയറി വരുന്നത്. അപ്പോൾ ആ നമ്മുടെ വനിതാ പോലീസ് സല്യൂട്ട് അടിക്കുന്നുണ്ട്. എന്താ സാർ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇവളോട് ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് വന്നതാണ്, ഇവളെ ഒന്ന് എൻ്റെ റൂമിലേക്ക് കൊണ്ടുപോവാ എന്ന് പറഞ്ഞിട്ട് CI മുകളിലേക്ക് കയറി പോവാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ രോഹിത്തും ഹരിയും അവൻ്റെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ ആകെ അമ്പരപ്പോട് കൂടിയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹരിയാകെ ഒരു വല്ലാത്ത ഇതിലാണ് നോക്കുന്നത്. അപ്പോൾ എന്തോ അയാൾ തിരിച്ചു വന്നത് വേറെ ദുരുദ്ദേശത്തോട് കൂടിയിട്ടാണ് ഹരിക്ക് എന്തോ ഒരു സൂചന, കാരണം അവൻ്റെ മൈൻഡ് അങ്ങനെയാണല്ലോ. രോഹിത്താണെങ്കിൽ എന്തിനായിരിക്കാം പോലീസ് അലീനയെ അങ്ങോട്ടേക്ക് വിളിക്കുന്നത് എന്നുള്ളൊരു ആശങ്കയോട് കൂടിയിട്ടാണ് നോക്കുന്നത്. അങ്ങനെ CI റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. CI ആണെങ്കിൽ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. കാരണം അലീനയെ എങ്ങനെയെങ്കിലും ഒന്ന് മെരുക്കിയെടുക്കണം എന്നുള്ളൊരു ചിന്താഗതിയോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ CIയുടെ ഓഫീസ് റൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓഫീസ് റൂം കം ബെഡ്റൂം ആയിട്ടാണ്, ഒരു ചെറിയൊരു റെസ്റ്റിംഗ് റൂം ഉണ്ട്, അങ്ങനെയായിട്ടാണ്. അപ്പോൾ അലീനയെ മുകളിലേക്ക് ഈ വനിതാ പോലീസ് കൊണ്ട് ചെല്ലുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് CI വനിതാ പോലീസിനോട് പറയുന്നുണ്ട്, നീ താഴേക്ക് പൊക്കോ എന്ന് പറയാണ്. അപ്പോൾ ആ സ്ത്രീ ആ ലേഡി ചോദിക്കുന്നുണ്ട്, സാർ ഞാൻ പോകണോ, ഞാൻ ഇവിടെ നിൽക്കണോ എന്ന് ചോദിക്കുമ്പോൾ നീ പൊക്കോ, അതല്ല ഞാൻ പറഞ്ഞത്, നീ താഴേക്ക് പൊക്കോ, എനിക്ക് ഇവളോട് പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറയുന്നത്. തൽക്കാലം ഇങ്ങോട്ടേക്ക് ആരും കയറി വരികയും വേണ്ട എന്ന് പറയുന്നുണ്ട്. അങ്ങനെ CI അവളോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ അലീനയാണെങ്കിൽ ആകെ പകച്ച് നിൽക്കണം, ഇയാൾ ഇനിയിപ്പോൾ എന്താ സംസാരിക്കാൻ പോകുന്നത് എന്ന് ഓർത്തിട്ട് കേട്ടോ. അപ്പോൾ അയാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാൻ പറഞ്ഞ കാര്യം എന്തായി എന്ന് ചോദിക്കുമ്പോൾ എന്താ സാർ ഉദ്ദേശിച്ചതെന്ന് ചോദിക്കുകയാണ്. ഞാൻ നേരത്തെ നിന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായില്ലേ, ആ കാര്യം എന്തായി എന്നാണ് ചോദിച്ചത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല സാർ, ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് സാർ, ദയവ് ചെയ്ത് എന്നെ പറഞ്ഞയക്കണം, എന്നെ എന്തിനാണ് ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നെ പിടിച്ചു വെച്ചിരിക്കുന്നത്, എന്നെ പറഞ്ഞയക്കണം എന്ന് പറയുമ്പോൾ നിന്നെ പറഞ്ഞയക്കണോ, നിന്നെ പറഞ്ഞയച്ചേക്കാം, പക്ഷേ ഞാൻ പറയുന്നത് പോലെ നീ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തരണം, ഒരു പരാതി തരണം എന്ന് പറയണം. ഇല്ല സാർ, അതെനിക്ക് പറ്റത്തില്ല, എനിക്ക് വീട്ടിലേക്ക് പോകണം, എൻ്റെ വീട്ടിലേക്ക് പോകണം, അവിടെ എൻ്റെ അനിയത്തിമാർ തനിച്ചാണ് എന്ന് പറയുമ്പോൾ ഓ അവർ തനിച്ചാണോ, അവർക്ക് കൂട്ടിന് വേണമെങ്കിൽ വേറെ ആൾക്കാരെ വിടാം എന്ന് പറയുമ്പോൾ സാർ മാന്യമായിട്ട് സംസാരിക്കണം എന്ന്
പറയണം. എന്തോന്ന് മാന്യതയടി ആ വീട്ടിലുള്ളത്, ആ വീട്ടിലെ വേലക്കാരിയാണ് നീ. ആ വേലക്കാരി പെണ്ണ് നീ വന്നതിന് ശേഷം സ്വന്തം ഭാര്യ പിണങ്ങിപ്പോണെങ്കിൽ അവിടുത്തെ എന്ത് മാന്യതയാണ്, എന്ത് നല്ല രീതിയിലാണ് ആ വീട് പോകുന്നതെന്ന് മനസ്സിലാക്കിക്കൂടെ? ദേ ഇപ്പോൾ അവിടുത്തെ പയ്യനെ റേപ്പ് കേസിൽ പിടിയിലായി, പിന്നെ എന്ത് മാന്യതയുള്ള സംസാരമാണ് നീ പ്രതീക്ഷിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അലീനെ ഒരുപാട് ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് അത്രേ പറയാനുള്ളൂ എന്ന് പറയുമ്പോൾ ഓക്കെ ശരി ഞാൻ പറഞ്ഞേക്കാം, നീ ആ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് തന്നാൽ മതി എന്ന് പറയുമ്പോൾ പറ്റില്ല സാർ എന്ന് പറയണം. എന്നാൽ നിന്നെക്കൊണ്ട് പറ്റിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അലീനയോട് ഇങ്ങനെ വളരെ മോശമായിട്ട് പറയണം. ഏതായാലും കാണാനൊക്കെ കൊള്ളാം, നീ നല്ല ബോഡി ഷേപ്പൊക്കെ ഉണ്ട്, അത്യാവശ്യം നിറമുണ്ട്, കളറും ഭംഗിയൊക്കെ ഉണ്ട്, പിന്നെ എങ്ങനെ അവിടുത്തെ യജമാനന്മാർ നിന്നെ പറഞ്ഞേക്കും അല്ലടി എന്നൊക്കെ ചോദിച്ച് ഒരു ലാത്തി കൊണ്ട് അലീനയുടെ മുഖത്തും കഴുത്തിലും നെഞ്ചത്തൊക്കെ ഇങ്ങനെ കുത്തി ഇങ്ങനെ തലോടുന്ന ഒരു കുത്തൽ, ഒരു വൃത്തികെട്ട രീതിയിൽ ഇങ്ങനെ കുത്തുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, വാ നമുക്ക് തൽക്കാലം ആ റെസ്റ്റ് റൂമിലിരുന്ന് സംസാരിക്കാം, നീ അങ്ങോട്ടേക്കൊന്ന് വന്നേ എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, എന്തിനാ സാർ അവിടെ ഇരുന്ന് സംസാരിക്കുന്നത്, ഇവിടെ ഇരുന്ന് സംസാരിക്കാമല്ലോ എന്ന് പറയുമ്പോൾ അവിടെ ആകുമ്പോൾ ഇച്ചിരി AC ഒക്കെ ഇട്ട് നമുക്ക് കൂളായിട്ട് വർത്താനം പറഞ്ഞിരിക്കാം എന്ന് പറയുമ്പോൾ ഇല്ല സാർ ഞാൻ വരത്തില്ല എന്ന് പറയണം. നീ അങ്ങോട്ടേക്കൊന്ന് വന്നു കഴിഞ്ഞാൽ നിന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞേക്കാം എന്ന് പറയുമ്പോൾ ഇല്ല സാർ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അലീനയെ അയാൾ ആ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഉപദ്രവിക്കാൻ എന്നുള്ള രീതിയിൽ, അതായത് ഉപദ്രവം എന്നുള്ള രീതിയിലല്ല, അലീനെ എങ്ങനെയെങ്കിലുമൊക്കെ സമ്മതിപ്പിക്കാം, ഒരു വേലക്കാരി പെണ്ണല്ലേ, ഒരു അനാഥയല്ലേ, അപ്പോൾ ആ ഒരു ആംഗിളിൽ ഇങ്ങനെ കാണുകയാണ് അയാൾ. പക്ഷെ അലീന അതിനൊന്നും കൂട്ടാക്കുന്നില്ല. അപ്പോൾ അയാൾക്ക് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ അയാൾ അലീനയെ തല്ലാനായിട്ട് കൈയോങ്ങുമ്പോൾ എൻ്റെ ശരീരത്തിൽ അങ്ങനെ സാറ് തൊട്ടാൽ അതിന് സാറ് വിവരം അറിയുമെന്ന് അലീന കർക്കശമായിട്ട് പറയാണ്.